ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി പൊടി കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുതിർന്നവർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് റാഗി പൗഡറാണ്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. വെള്ളം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും റാഗി ആയതുകൊണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ റാഗിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഇട്ടങ്ങ് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളൂ. നമുക്കിനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടും. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 4 ഈത്തപ്പഴം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ആ വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ഇതുപോലെ ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പാല് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്കാണ്. ഷുഗറൊക്കെ ഉള്ളവർക്കും കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.